ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ബയോളജിയിൽ നിന്നുള്ള 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഉള്ള 1 മുതൽ 4 വരെയുള്ള ചാപ്റ്ററുകൾ നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ ക്ലാസ്സുകളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, പോരായ്മകൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വീഡിയോകൾ കൂടുതൽ ഭംഗിയാക്കുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്റർ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. രോഗാണു പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവിന് പറയുന്ന പേരാണ് പ്രതിരോധശേഷി. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശരീര ആവരണങ്ങളും സ്രവങ്ങളും ശരീരദ്രവങ്ങൾ ഇവയൊക്കെയാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ സംവിധാനമുണ്ടല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രതിരോധ സംവിധാനം? രോഗാണു പ്രവേശനം തടയാനും നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിന് പറയുന്നതാണ് പ്രതിരോധശേഷിയെന്ന്. ഇനി നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ശരീര ആവരണങ്ങൾ, അതുപോലെ സ്രവങ്ങൾ, ശരീരദ്രവങ്ങൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങളാണ്. ശരീര ആവരണങ്ങളിലും സ്രവങ്ങളിലും പെടുന്നതാണ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ശരീര ആവരണങ്ങളിലും സ്രവങ്ങളിലും പെടുന്നതാണ് നമ്മുടെ ത്വക്ക്, അതുപോലെ ശ്ലേഷ്മരസ്തരം, ശ്ലേഷ്മം, ഉമിനീര്, കണ്ണുനീര്, ഇവയൊക്കെ നമ്മുടെ ശരീര ആവരണങ്ങളിലും സ്രവങ്ങളിലും പെടുന്നതാണ്. അപ്പം നമ്മുടെ ശരീര ആവരണങ്ങളിലും സ്രവങ്ങളിലും പെടുന്നത് ഏതൊക്കെയാണ്? ത്വക്കുണ്ട്, ശ്ലേഷ്മസ്തരമുണ്ട്, അതുപോലെ ശ്ലേഷ്മമുണ്ട്, ഉമിനീര്, പിന്നെന്താണ്, കണ്ണുനീര്, ഇവയൊക്കെ നമ്മുടെ ശരീര ആവരണങ്ങളിലും സ്രവങ്ങളിലും പെടുന്നതാണ്. ഇനി ശരീരദ്രവങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? രക്തം, അതുപോലെ ലിംഫ്, ഇവയൊക്കെ ശരീരദ്രവങ്ങളിൽ പെടുന്നതാണ്. രക്തവും ലിംഫുമാണ് എന്തിൽ പെടുന്നത്? ശരീരദ്രവങ്ങളിൽ പെടുന്നത്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ത്വക്ക്. അപ്പം നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? അത് ത്വക്കാണ്. രോഗാണു പ്രവേശനം തടയുന്ന സുരക്ഷാ കവചമാണ് ത്വക്ക്. അപ്പോൾ രോഗാണുക്കൾ പ്രവേശിക്കുന്നത് തടയുന്ന ഒരു സുരക്ഷാ കവചമാണ് എന്ത്? ത്വക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ത്വക്കും നമ്മുടെ പ്രതിരോധവും ആണ് പറയുന്നത്. രോഗാണുക്കളെ തടയുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കാണപ്പെടുന്നത് എപ്പിഡെർമിസിലാണ്. അപ്പോൾ നമ്മുടെ രോഗാണുക്കളെ തടയുന്ന കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ എവിടെയാണ് കാണപ്പെടുന്നത്? എപ്പിഡെർമസിലാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ എപ്പിഡെർമസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? കെരാറ്റിനാണ്. അതിൻ്റെ പ്രത്യേകത രോഗാണുക്കളെ തടയുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. കെരാറ്റിൻ എവിടെയാണ് കാണപ്പെടുന്നത്? എപ്പിഡെർമസിലാണ് ഈ കെരാറ്റിൻ കാണപ്പെടുന്നത്. ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാതെ സഹായിക്കുകയും ചെയ്യുന്ന സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സെബേഷ്യസ് ഗ്രന്ഥി. അപ്പോൾ സെബേഷ്യസ് ഗ്രന്ഥിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മുടെ ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാതെ സഹായിക്കുകയും ചെയ്യുന്ന സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? സെബേഷ്യസ് ഗ്രന്ഥി എന്ന് പറയുന്നത്.
വിയർപ്പിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന അണുനാശിനികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സ്വേദഗ്രന്ഥി. അപ്പോൾ സെബേഷ്യസ് ഗ്രന്ഥി നമ്മുടെ ത്വക്കിന് എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാതെ സഹായിക്കുന്നതും ആരാണ്? സെബേഷ്യസ് ഗ്രന്ഥി ആണെങ്കിൽ വിയർപ്പിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന അണുനാശിനികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സ്വേദഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വിയർപ്പിൽ എന്തുണ്ട്? ഒരു അണുനാശിനിയുണ്ട്. അപ്പോൾ ആ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു അണുനാശിനികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയാണ് സ്വേദഗ്രന്ഥി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്ലേഷ്മസ്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ശ്ലേഷ്മസ്തരമെന്ന് നോക്കാം. ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ് ഏത്? നമ്മുടെ ശ്ലേഷ്മസ്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമാണ് എന്ത്? ശ്ലേഷ്മസ്തരം. രോഗാണുക്കളെ നശിപ്പിക്കാൻ ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? ശ്ലേഷ്മമാണ്. അപ്പോൾ ഈ ശ്ലേഷ്മസ്തരമാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നത്. നശിപ്പിക്കുന്ന രോഗാണുക്കളെ പുറന്തള്ളുന്ന ശ്ലേഷ്മസ്തരത്തിലെ കോശങ്ങളാണ് സീലിയ. അപ്പോൾ എന്താണ് സീലിയ എന്ന് പറഞ്ഞാൽ? നശിപ്പിക്കുന്ന രോഗാണുക്കളെ പുറന്തള്ളുന്ന ശ്ലേഷ്മസ്തരത്തിലെ കോശങ്ങൾക്ക് പറയുന്ന പേരാണ് സീലിയ. അപ്പോൾ സീലിയ എന്ന് പറയുന്ന ഈ ശ്ലേഷ്മസ്തരത്തിലെ കോശങ്ങൾ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്ന രോഗാണുക്കളെ പുറന്തള്ളുന്നു. അതാണ് സീലിയ. ഒട്ടേറെ ഉപകാരികളായ ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രമാണ് ശരീര ആവരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ ആവരണം എന്ത് ചെയ്യുന്നു? ഒരുപാട് ഉപകാരികളായ ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഉപകാരികളും ഉപദ്രവകാരികളുമായ ബാക്ടീരിയകളുണ്ട്. പക്ഷേ ഒട്ടേറെ ഉപകാരികളായ ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആവരണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ശരീരസ്രവങ്ങളും പ്രതിരോധവുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ശരീരസ്രവങ്ങളും പ്രതിരോധങ്ങളും. അപ്പോൾ ഏതൊക്കെയാണ്? കർണമെഴുക് നമ്മുടെ ശരീരത്തിലെ സ്രവമാണ് കർണമെഴുക്. കണ്ണുനീരിലെ ലൈസോസൈം. അപ്പോൾ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നതാണ് ലൈസോസൈം. ഈ ലൈസോസൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു ശരീരസ്രവമാണ്. പിന്നെന്താണ്? മൂക്കിലെ ശ്ലേഷ്മം, അതൊരു ശരീരസ്രവമാണ്. ഉമിനീരിലെ ലൈസോസൈം, ഉമിനീരിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്നത് എന്താണ്? ലൈസോസൈമാണ്. ഇനി നമ്മുടെ ശ്വസനനാളിയിലെ ശ്ലേഷ്മസ്തരം, ആമാശയത്തിലെ HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ്, കുടലിലെ ശ്ലേഷ്മം, പിന്നെന്താണ്? മൂത്രത്തിലെ ലൈസോസൈം. ഇതൊക്കെ നമ്മുടെ ശരീരസ്രവങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധവുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കർണമെഴുക്, കണ്ണുനീരിലെ ലൈസോസൈം, മൂക്കിലെ ശ്ലേഷ്മം, ഉമിനീരിലെ ലൈസോസൈം, ശ്വസനനാളിയിലെ ശ്ലേഷ്മം, നമ്മുടെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, കുടലിലെ ശ്ലേഷ്മം, മൂത്രത്തിലെ ലൈസോസൈം എന്നിവ എന്താണ്? ശരീരസ്രവങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധകങ്ങളുമാണ്. രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ശരീരദ്രവങ്ങളാണ് രക്തവും ലിംഫും. അപ്പോൾ ഈ രോഗപ്രതിരോധത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ശരീരദ്രവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അത് രക്തവും ലിംഫുമാണ് നമ്മുടെ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ശരീരദ്രവങ്ങൾ, രക്തവും ലിംഫും. രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രക്താണുക്കൾ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. അപ്പോൾ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രക്താണുക്കളാണ് ശ്വേതരക്താണുക്കൾ. ഇനി ഈ ശ്വേതരക്താണുക്കളും അവയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനപ്പെട്ട ശ്വേതരക്താണുക്കൾ ഏതൊക്കെയെന്നും അവയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നുമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായി ന്യൂട്രോഫില്.
ന്യൂട്രോഫിലിൻ്റെ പ്രതിരോധ പ്രവർത്തനം എന്താണ്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പം ന്യൂട്രോഫിൽ എന്ത് ചെയ്യുന്നു? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. അപ്പം ന്യൂട്രോഫിൽ എന്ത് ചെയ്യും? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നതാരാണ്? ന്യൂട്രോഫില്ലാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നു ബേസോഫില്. ബേസോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ബേസോഫിൽ എന്ത് ചെയ്യുന്നു? മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നതുമാരാണ്? ബേസോഫിലാണ്. അപ്പോൾ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു. പിന്നെന്ത് ചെയ്യുന്നു? മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നതും ആരാണ്? ബേസോഫിലാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഇസിനോഫിലിൻ്റെ പ്രത്യേകത എന്താണ്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നത് ആരാണ്? അത് ഇസിനോഫിലാണ്. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ്? നമ്മുടെ ഇസിനോഫിലാണ്. അപ്പോൾ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ്? ഇസിനോഫിലാണ്. അടുത്ത് നമ്മൾ പറയുന്നത് മോണോസൈറ്റാണ്. മോണോസൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? മോണോസൈറ്റാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പോൾ മോണോസൈറ്റിൻ്റെ ജോലി എന്താണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റാണ്. അടുത്ത് നമ്മൾ പറയുന്നു ലിംഫോസൈറ്റ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ആരാണ്? അത് ലിംഫോസൈറ്റാണ്. അപ്പോൾ ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ്. മോണോസൈറ്റ് എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പോൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റാണ്. നമ്മൾ മോണയിൽ വെച്ചിട്ടല്ലേ വിഴുങ്ങുന്നത്? അങ്ങനെ ആലോചിച്ചാൽ മതി. മോണ വായുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ വായിൽ വെച്ചിട്ട് വിഴുങ്ങുന്നു. അപ്പോൾ എന്താണ്? മോണോസൈറ്റ് വിഴുങ്ങി നശിപ്പിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? ന്യൂട്രോഫിൽ. ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ നമ്മൾ വിഴുങ്ങിയല്ലേ കഴിക്കുന്നത്? വായിൽ വെച്ചിട്ട് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? ന്യൂട്രോഫിലാണ്. അപ്പം ന്യൂട്രോഫിലും മോണോസൈറ്റും എന്ത് ചെയ്യുന്നു? അതിൽ ഒരാൾ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. മറ്റേലും നമ്മുടെ മോണോസൈറ്റ് എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അടുത്ത് നമ്മൾ വീങ്ങൽ പ്രതികരണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വീങ്ങൽ പ്രതികരണവുമായി ബന്ധപ്പെട്ട ശ്വേതരക്താണു ഏതാണ്? ഇസിനോഫിലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ വീങ്ങൽ പ്രതികരണം എന്താ? മുറിവോ രോഗാണുബാധയോ ഉണ്ടാകുമ്പോൾ കേടുപറ്റിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ കാരണം സംഭവിക്കുന്നത് എന്തൊക്കെ സംഭവിക്കും? ലോമികകൾ വികസിക്കുന്നു, രക്തപ്രവാഹം കൂടുന്നു. അപ്പോൾ നമുക്ക് മുറിവോ അല്ലെങ്കിൽ രോഗാണുബാധയോ ഉണ്ടായാൽ എന്തു പറ്റും? കേടുപറ്റിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ കാരണം നമ്മുടെ രക്തലോമികകൾ വികസിക്കുന്നു, അതുപോലെ രക്തപ്രവാഹം കൂടുന്നു. അതുപോലെ മുറിവോ ക്ഷതമോ ഉണ്ടാകുമ്പോൾ ആ ഭാഗം വീങ്ങുന്നതിന് കാരണം എന്താണ്? രക്തത്തിലെ പ്ലാസ്മയും കൂടുതൽ ശ്വേതരക്താണുക്കളും രക്തക്കുഴലിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നത് കൊണ്ടാണ് നമുക്ക് മുറിവല്ലെങ്കിൽ ക്ഷതം ഇതൊക്കെ സംഭവിക്കുമ്പോൾ ആ ഭാഗം എന്ത് ചെയ്യുന്നത്? വീങ്ങുന്നത്. അപ്പം രക്തത്തിലെ പ്ലാസ്മയും കൂടുതൽ ശ്വേതരക്താണുക്കളും എങ്ങോട്ട് ചെല്ലും? നമ്മുടെ രക്തക്കുഴലിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക് എത്തും. അതുകൊണ്ടാണ് നമ്മൾ മുറിവോ അല്ലെങ്കിൽ ക്ഷതമോ ഉണ്ടാകുമ്പോൾ ആ ഭാഗം എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വീങ്ങി വരുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ്. അപ്പോൾ എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന് നോക്കാം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഇപ്പോൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ്
ഫാഗോസൈറ്റുകൾ. അപ്പോൾ വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങൾ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റസിസ്. ഫാഗോസൈറ്റസിസ് നടത്തുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ, അല്ലെങ്കിൽ വിഴുങ്ങൽ. ഫാഗോസൈറ്റുകളുടെ ജോലി എന്താണ്? വിഴുങ്ങി നശിപ്പിക്കുക. ശ്വേതരക്താണുക്കളായ ഫാഗോസൈറ്റുകൾ ഏതെല്ലാമാണ്? മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണ് ശ്വേതരക്താണുക്കളായ ഫാഗോസൈറ്റുകൾ. അപ്പം നമ്മൾ പറഞ്ഞു ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞ ബാക്ടീരിയയെ എന്ത് ചെയ്യുന്നു? വിഴുങ്ങി നശിപ്പിക്കുന്നു. മോണോസൈറ്റ് എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പോൾ ഫാഗോസൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വിഴുങ്ങൽ പ്രവർത്തനമാണ്. അപ്പോൾ ശ്വേതരക്താണുക്കളായ ഫാഗോസൈറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? ആരൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണ് ശ്വേതരക്താണുക്കളായ ഫാഗോസൈറ്റുകൾ. ഇനി നമ്മൾ പറയുന്നത് രക്തം കട്ട പിടിക്കലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചുണ്ടാകുന്ന രാസാഗ്നിയാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് ചോദിച്ചാൽ, മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചുണ്ടാകുന്ന രാസാഗ്നിക്ക് പറയുന്ന പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ തങ്ങി രക്തക്കട്ടയുണ്ടാക്കുന്ന രക്താണുക്കളാണ് അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും. ഇപ്പോൾ ഈ അരുണരക്താണുക്കളുടെയും പ്ലേറ്റ്ലെറ്റുകളുടെയും ജോലി എന്താണ്? ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ തങ്ങി രക്തക്കട്ടയുണ്ടാക്കുന്നത് ഈ അരുണരക്താണുക്കളും ആരും കൂടി ചേർന്നിട്ടാണ്? പ്ലേറ്റ്ലെറ്റുകളും കൂടി ചേർന്നിട്ടാണ്. രക്തം കട്ടപിടിക്കലും ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അപ്പം നമ്മുടെ രക്തം കട്ടപിടിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. രക്തം നഷ്ടപ്പെടാതിരിക്കാനും മുറിവിലൂടെയുള്ള രോഗാണുപ്രവേശനം തടയാനും സഹായിക്കുന്നത് രക്തം കട്ടപിടിക്കലാണ്. അപ്പോൾ രക്തം നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ മുറിവിലൂടെയുള്ള രോഗാണുപ്രവേശനം തടയാനും എന്ത് സഹായിക്കുന്നു? രക്തം കട്ടപിടിക്കൽ സഹായിക്കുന്നു. മുറിവുണങ്ങൽ പ്രക്രിയ തുടങ്ങുന്നത് രക്തം കട്ട പിടിക്കുന്നതോടെയാണ്. അപ്പം നമ്മുടെ രക്തം കട്ട പിടിക്കുന്നതോടെയാണ്. ഒരു മുറിവുണ്ടായി രക്തം കട്ട പിടിച്ചാൽ നമുക്ക് പറയാം എന്താണ്? മുറിവുണങ്ങൽ പ്രക്രിയ തുടങ്ങി. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് APTT. എന്താണ് APTT? അപ്പോൾ APTT എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്നതാണ് APTT എന്ന് പറയുന്നത്. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, അതാണ് APTT. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് APTT എന്ന് പറയുന്നത്. അപ്പോൾ APTT അഥവാ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ഭാഗം മുറിഞ്ഞ് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ വരികയോ അല്ലെങ്കിൽ നിലയ്ക്കാത്ത രക്തസ്രാവം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് APTT എന്ന് പറയുന്നത്. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. രക്തസാമ്പിളിൽ പ്രത്യേക ഏജൻറ്റുകൾ ചേർത്ത് രക്തം കട്ടപിടിക്കുന്ന സമയം കണ്ടെത്തുന്ന ടെസ്റ്റാണ് APTT എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് നടത്തുന്നത് എന്താണ്? നമ്മുടെ രക്തസാമ്പിളുകളിൽ പ്രത്യേക ഏജൻറ്റുകൾ ചേർത്ത് എന്ത് ചെയ്യുന്നു? രക്തം കട്ടപിടിക്കുന്ന സമയം കണ്ടെത്തുന്ന ടെസ്റ്റാണ് APTT എന്ന് പറയുന്നത്. APTT പരിശോധനയുടെ സാധാരണ മൂല്യം എന്ന് പറയുന്നത് 30 മുതൽ 40 സെക്കൻഡ് വരെയാണ്. അപ്പോൾ APTT പരിശോധനയുടെ സാധാരണ മൂല്യം എത്ര മുതൽ എത്ര വരെയാണ്? 30 മുതൽ 40 സെക്കൻഡ് വരെയാണ് നമ്മുടെ APTT പരിശോധനയുടെ സാധാരണ മൂല്യം എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവും പ്രവർത്തനവും അറിയാൻ കഴിയുന്ന പരിശോധനയാണ് APTT എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവ്, അതിൻ്റെ പ്രവർത്തനവും അറിയാൻ കഴിയുന്ന പരിശോധനയാണ് ഇത് APTT എന്ന് പറയുന്നത്.
മനുഷ്യനിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം 2 മുതൽ 7 മിനിറ്റ് വരെയാണ്. അപ്പം നമുക്കൊരു മുറിവുണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ എത്ര സമയം വരെ രക്തസ്രാവം ഉണ്ടാകാം? 2 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെയാണ് സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്നത്. മനുഷ്യനിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തം കട്ട പിടിക്കുന്ന സമയം എത്രയാണ്? 2 മുതൽ 7 വരെ രക്തസ്രാവം ഉണ്ടാകുന്നു. അപ്പോൾ 8 മുതൽ 15 മിനിറ്റ് വരെ എന്ത് ചെയ്യുന്നു? രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ രക്തസ്രാവം ഉണ്ടാകുന്നത് 2 മുതൽ 7 വരെ. ഇനി രക്തം കട്ട പിടിക്കുന്നത് 8 മുതൽ 15 വരെയാണ്. വീങ്ങൽ പ്രതികരണം, രക്തം കട്ട പിടിക്കൽ എന്നിവയ്ക്ക് ശേഷമുള്ള ഘട്ടമാണ് മുറിവുണങ്ങൽ എന്ന് പറയുന്നത്. അപ്പം ആദ്യം മുറിവുണ്ടാകുമ്പോൾ അവിടെ എന്ത് വരും? വീങ്ങലുണ്ടാകും. പിന്നെ എന്ത് ചെയ്യും? രക്തം കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ 2 ഘട്ടത്തിനും ശേഷമുള്ള ഘട്ടത്തിനെ നമ്മൾ എന്തെന്ന് പറയും? മുറിവുണങ്ങൽ എന്നാണ് പറയുന്നത്. മുറിവടയാളങ്ങൾ അവശേഷിക്കാതിരിക്കാൻ കാരണം എന്താണ്? നാശമായ കലകൾക്ക് പകരം പുതിയ കലകൾ രൂപപ്പെടുന്നത് കൊണ്ടാണ് ആ മുറിവ് അടയാളങ്ങൾ എന്ത് ചെയ്യുന്നത്? അവശേഷിക്കാതിരിക്കുന്നത്. അപ്പോൾ ആ മുറിവ് അടയാളങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണ്? നാശമായ കലകൾക്ക് പകരം അവിടെ എന്ത് ചെയ്യുന്നു? പുതിയ കലകൾ രൂപപ്പെടുന്നത് കൊണ്ടാണ് മുറിവ് ഉണങ്ങാതെ ഇരിക്കുന്നത്. ഇനി കലകളെ പകരം രൂപപ്പെടുത്താനാവാത്തപ്പോൾ യോജക കലകൾ മുറിവുണക്കുന്നത് കാരണം സംഭവിക്കുന്നത് എന്താണ്? മുറിവടയാളം അവശേഷിക്കുന്നു. അപ്പം ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിലോ കാലിലോ മുറിവുണ്ടായാൽ ഈ മുറിവടയാളം അവശേഷിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഈ മുറിഞ്ഞതിന് ശേഷം കലകളെ പകരം രൂപപ്പെടുത്താനാവാത്തപ്പോൾ എന്ത് ചെയ്യും? യോജക കലകൾ മുറിവുണക്കുന്നു. അങ്ങനെ യോജക കലകൾ മുറിവുണക്കുന്നത് കാരണം എന്ത് സംഭവിക്കും? മുറിവടയാളം അവശേഷിക്കുന്നു. മുറിവുണങ്ങൽ സാവധാനത്തിലാകുന്നതിന് കാരണം എന്താണ്? മുറിവിലൂടെയുള്ള അണുബാധയാണ് മുറിവുണങ്ങൽ സാവധാനത്തിൽ ആക്കുന്നത്. അപ്പോൾ ചില മുറിവുകളൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യും? മുറിവ് സമയത്ത് ഉണങ്ങത്തില്ല. അതിനുള്ള കാരണം എന്താണ്? മുറിവിലൂടെയുള്ള അണുബാധയാണ് അതിന് കാരണം. ശക്തമായ രോഗപ്രതിരോധ സംവിധാനം മുറിവുണങ്ങൾ വേഗത്തിലാക്കി രോഗാണുബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ രോഗപ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിൽ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? മുറിവുണങ്ങൾ വേഗത്തിലാവും. അതുവഴി രോഗാണുബാധയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. പനി ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അപ്പോൾ പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രതിരോധ പ്രവർത്തനമാണ് പനി. ശരീരത്തിൻ്റെ സാധാരണ താപനില എന്ന് പറയുന്നത് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ സാധാരണ താപനില എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിലെ സാധാരണ താപനില ചോദിച്ചാൽ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ പറയും? 98.6 ഡിഗ്രി എഫ് അല്ലെങ്കിൽ ഫാരൻഹീറ്റ് എന്ന് പറയും. ശരീര താപനില സാധാരണ നിലയിലും ഉയരുന്ന അവസ്ഥയാണ് എന്ത്? പനി. അപ്പം നമുക്കറിയാം 37 ഡിഗ്രിയിൽ കൂടിയാൽ, നമ്മുടെ ശരീര താപനില 37 ഡിഗ്രിയിൽ കൂടിയാൽ എന്തെന്ന് നമ്മൾ പറയും? ശരീരത്തിൽ പനിയുണ്ട്, നമ്മുടെ ശരീര താപനില താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്? ഉയരുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് പനി. പനിയുടെ പ്രതിരോധ പ്രവർത്തനം. ഇനി പനിയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ പനി വരുമ്പോൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇനി രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി എന്ത് ചെയ്യും? രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം, രോഗാണുക്കൾ ശരീരത്തിൽ കയറിയാൽ അവരെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശ്വേതരക്താണുക്കളെ ഈ വിഷവസ്തുക്കൾ ഉത്തേജിപ്പിക്കും. അപ്പം നമ്മുടെ ശരീരത്തിലെ ശ്വേതരക്താണുക്കളുടെ അളവ് കൂടും. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ശരീര താപനില ഉയരാൻ കാരണമാകുന്നു. അപ്പോൾ ശ്വേതരക്താണുക്കളുടെ ഉത്തേജനം എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ ചില രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു ഈ ശ്വേതരക്താണുക്കൾ. അപ്പോൾ നമ്മുടെ ശരീര താപനില എന്ത് ചെയ്യും? ഉയരുന്നു. അങ്ങനെയാണ് നമ്മുടെ പനി കൂടുന്നത്.
ഇനി ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീര താപനില ഉയരുന്നത് എന്ത് ചെയ്യുന്നു? രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുന്നു. അപ്പോൾ ശരീര താപനില ഉയരുമ്പോൾ എന്ത് ചെയ്യും? രോഗാണുക്കളുടെ പെരുകൽ കുറയുന്നു. ഫാഗോസൈറ്റോസിസിൻ്റെ ഫലപ്രാപ്തി കൂട്ടുന്നു. അപ്പം ഇത് ഫാഗോസൈറ്റോസിസ് അഥവാ വിഴുങ്ങൽ പ്രക്രിയയുടെ ഫലപ്രാപ്തി എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അപ്പം ഇതാണ് പനിയുടെ പ്രതിരോധ പ്രവർത്തനമെന്ന് പറയുന്നത്. ഇനി രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതാണ് പൊതുവായ പ്രതിരോധം എന്ന് പറയുന്നത്. അപ്പോൾ രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതാണ് പൊതുവായ പ്രതിരോധം എന്ന് പറയുന്നത്. പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ്. അപ്പം ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു? പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതാരാണ്? ലിംഫോസൈറ്റുകളാണ്. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും പറയുന്നത് ആൻറ്റിജനുകൾ എന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും നമുക്ക് എന്തെന്ന് പറയാം? ആൻറ്റിജനുകൾ എന്നാണ് പറയുന്നത്. ഓരോ ആൻറ്റിജൻ്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആൻറ്റിജനും എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ആൻറ്റിജൻ്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ എന്ത് ചെയ്യുന്നു? പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ലിംഫോസൈറ്റുകളെ കുറിച്ചാണ്. ലിംഫോസൈറ്റ് പ്രത്യേക പ്രതിരോധം വഴി രോഗാണുക്കളെ നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളാണ് ലിംഫോസൈറ്റുകൾ. അപ്പോൾ ലിംഫോസൈറ്റുകളുടെ പ്രത്യേകത എന്താണ്? പ്രത്യേക പ്രതിരോധം വഴി രോഗാണുക്കളെ നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളാണ് ലിംഫോസൈറ്റുകൾ. ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ട്. അപ്പോൾ ലിംഫോസൈറ്റുകൾ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഒന്ന് അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നവ. ഒന്നാമത്തേത് ഏതാണ്? അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നവ. ആ അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റുകൾക്ക് പറയുന്ന പേരാണ് ബി ലിംഫോസൈറ്റുകൾ. ഇനി തൈമസ് ഗ്രന്ഥിയിൽ വച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റുകളുണ്ട്. അങ്ങനെയുള്ള ലിംഫോസൈറ്റുകൾക്ക് പറയുന്ന പേരാണ് ടി ലിംഫോസൈറ്റുകൾ. അപ്പോൾ അസ്ഥിമജ്ജ എന്ന് പറയുമ്പോൾ നമുക്ക് ബോണുമായിട്ടുള്ളത് ബി ലിംഫോസൈറ്റ്. ഇനി തൈമസ് ഗ്രന്ഥി ആകുമ്പോൾ തൈമസിൻ്റെ തൈമസ്. അപ്പോൾ ടി ലിംഫോസൈറ്റുകൾ തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നു. ബി ലിംഫോസൈറ്റുകൾ എവിടെ വെച്ച്? അസ്ഥിമജ്ജയിൽ വച്ച് പാകപ്പെടുന്നു. അടുത്ത് ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ആൻറ്റിബോഡികൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ബി ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു? ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകൾക്ക് പറയുന്ന പേരെന്താണ്? ആൻറ്റിബോഡികൾ. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകൾ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബി ലിംഫോസൈറ്റുകളാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണ് ആൻറ്റിബോഡി. ആൻറ്റിബോഡി എന്ന പ്രോട്ടീൻ ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? ബി ലിംഫോസൈറ്റുകളാണ്. ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് 3 രീതിയിൽ ആൻറ്റിബോഡികൾ എന്ത് ചെയ്യും? ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കും. 3 രീതിയിൽ നശിപ്പിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ആൻറ്റിബോഡികൾ 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? രോഗാണുക്കളെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു.
ഒന്നാമത്തത് ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ആൻറ്റിബോഡികൾ എന്ത് ചെയ്യുന്നു? ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കും. ഇനി ആൻറ്റിജനുകളുടെ വിഷാംശത്തെ എന്ത് ചെയ്യുന്നു? നിർവീര്യമാക്കുന്നു. അപ്പോൾ ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കും. അതുപോലെ രണ്ടാമത് എന്താ ചെയ്യുന്നത്? ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. മൂന്നാമത് മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇത് മൂന്നും ആരാണ് ചെയ്യുന്നത്? ആൻറ്റിബോഡികളുടെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന രീതികളാണ്. ഇങ്ങനെ 3 തരത്തിലാണ് ആൻറ്റിബോഡികൾ എന്ത് ചെയ്യുന്നത്? രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു ബാക്ടീരിയയുടെ കോശസ്ഥലത്തെ ശിഥിലീകരിച്ച് നശിപ്പിക്കും. പിന്നെന്താണ്? ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് ടി ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ടി ലിംഫോസൈറ്റുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ടി ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനം മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ആരാണ്? ടി ലിംഫോസൈറ്റുകളാണ്. അപ്പോൾ ടി ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു? മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നത് ആരാണ്? ടി ലിംഫോസൈറ്റുകളാണ്. ഇനി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതും ടി ലിംഫോസൈറ്റുകളാണ്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അതുപോലെ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുക്കളായ ആൻറ്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്നാണ്. അപ്പോൾ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുക്കളാണ് എന്തെന്ന് നമ്മൾ പഠിച്ചു? ആൻറ്റിബോഡികൾ എന്ന് പഠിച്ചു. ആൻറ്റിബോഡികൾ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ആൻറ്റിബോഡികൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്നാണ്. അപ്പോൾ ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ബി ലിംഫോസൈറ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുക്കളായ ആൻറ്റിബോഡികളാണ് എന്തെന്നറിയപ്പെടുന്നത്? ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്നറിയപ്പെടുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് വൈ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീനാണ് എന്തെന്ന് പറയുന്നത്? ഈ ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ. അപ്പോൾ വൈ ആകൃതിയാണ് ആർക്കുള്ളത്? ഇമ്മ്യൂണോ ഗ്ലോബുലിനുള്ളത് വൈ ആകൃതിയാണ്. വൈ ആകൃതിയിലുള്ളൊരു പ്രോട്ടീനാണ് ആര്? നമ്മുടെ ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്ന് പറയുന്നത്. വൈ ആകൃതിയിലുള്ള പ്രോട്ടീനാണ് ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ. 5 തരത്തിലുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിനുകളാണ് ഉള്ളത്. അപ്പോൾ ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എത്ര തരത്തിലുണ്ട്? 5 തരത്തിലുണ്ട്. അതിൽ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് IG ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എ, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഡി, അതുപോലെ EGM ADGM എന്നതാണ്. ADEGM. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്കൊരു കോഡൊക്കെ കൊടുക്കാം. അഡിജിഎം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്? ഇങ്ങനെ 5 തരത്തിലുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിനുകളുണ്ട്. ADEGM അഡിജിഎം. അപ്പോൾ നമ്മൾ GMനെ അടിക്കാനൊക്കെ പറയുന്നു എന്ന് പറഞ്ഞതുപോലെ അഡിജിഎം. അപ്പോൾ എന്താണ്? 5 തരത്തിലുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ADEGM. രക്തത്തെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതും രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നതുമായ പ്രതിരോധ പ്രവർത്തനമാണ് ലിംഫ് രോഗപ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫ് രോഗപ്രതിരോധ പ്രവർത്തനം എന്താണ് ഉദ്ദേശിക്കുന്നത്? രക്തത്തെ പോലെ പ്രാധാന്യമർഹിക്കുന്നത്. അപ്പോൾ ലിംഫ് പ്രതിരോധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തെ പോലെ പ്രാധാന്യമർഹിക്കുന്നതാണ്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്നു, അതുപോലെ രക്തത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പുനരാഗിരണം ചെയ്യപ്പെടുന്ന പ്രതിരോധ പ്രവർത്തനത്തിനാണ് ലിംഫ് രോഗപ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത്. ലിംഫിൽ ധാരാളമായി കാണപ്പെടുന്നതാണ് ലിംഫോസൈറ്റുകൾ. അപ്പോൾ ലിംഫിൽ എന്താണ് കാണപ്പെടുന്നത്? പേര് പോലെ തന്നെ ലിംഫോസൈറ്റുകൾ ധാരാളമായിട്ട് ഇവിടെ കാണപ്പെടുന്നു. ലിംഫിൽ കാണപ്പെടുന്നു. രോഗകാരികളായ ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനുകളിലും വെച്ച് നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റുകളാണ്. അപ്പോൾ ലിംഫിലാണ് എന്ത് കാണപ്പെടുന്നത്? ലിംഫോസൈറ്റുകളുള്ളത്. രോഗകാരികളായ ബാക്ടീരിയകളെ എന്ത് ചെയ്യുന്നു? ലിംഫ് നോഡുകളിലും സ്പ്ലീനിലും വെച്ചിട്ടാണ് ആര് നശിപ്പിക്കുന്നത്? ലിംഫോസൈറ്റുകൾ നശിപ്പിക്കുന്നത്. അപ്പോൾ രോഗകാരികളായ ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനിലും വെച്ച് നശിപ്പിക്കുന്നത് ആരാണ്? അത് ലിംഫോസൈറ്റുകളുടെ ജോലിയാണ്. അടുത്ത് നമ്മൾ പറയുന്നത് പ്രതിരോധവൽക്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇമ്മ്യൂണൈസേഷൻ അഥവാ പ്രതിരോധവൽക്കരണം.
രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. രോഗാണുക്കൾ എന്ത് ചെയ്യുന്നു? പെരുകുകയും വ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കും? രോഗാണുക്കൾ പെരുകും, അതുപോലെ ആ രോഗം വ്യാപിക്കുകയും ചെയ്യും. രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വയ്ക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിരോധവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വയ്ക്കാനുള്ള കൃത്രിമ മാർഗത്തിനാണ് പ്രതിരോധവൽക്കരണം എന്ന് പറയുന്നത്. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. അപ്പോൾ കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? വാക്സിനുകളാണ്. ജീവനുള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കൾ, നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കൾ, രോഗകാരികളുടെ കോശഭാഗങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഘടകങ്ങളായി വരുന്നത് ഏതിലാണ്? വാക്സിനുകളിലാണ്. അപ്പോൾ ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്സിനിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ജീവനുള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കളെ. അപ്പോൾ ഒന്നുകിൽ ജീവനുള്ള രോഗാണുക്കൾ, അല്ലെങ്കിൽ മൃതമാക്കപ്പെട്ടത്, അതല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ടത്. ഇനി എന്താണ്? നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കൾ, നിർവീര്യമാക്കിയ വിഷവസ്തുക്കൾ. ഇനി രോഗകാരികളുടെ കോശഭാഗങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും എന്ത് ചെയ്യുന്നു? ഘടകങ്ങളായി വരുന്നത് ഏതിലാണ്? വാക്സിനുകളിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഘടകമായിട്ട് വരും. ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്നതാരാണ്? വാക്സിനുകളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകളായിട്ടാണ് ഈ വാക്സിനുകൾ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. വാക്സിനുകൾക്കെതിരെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് ആൻറ്റിബോഡികൾ. അപ്പോൾ വാക്സിനുകൾക്കെതിരെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് എന്താണ്? ആൻറ്റിബോഡികളാണ്. വാക്സിനുകൾക്കെതിരെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് ആൻറ്റിബോഡികളാണ്. പ്രതിരോധവൽക്കരണത്തിൻ്റെ ഫലം എന്താണ്? നമ്മൾ പ്രതിരോധവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്നു. അതിൻ്റെ ഫലം എന്താണ്? ആൻറ്റിബോഡികൾ നിലനിൽക്കും. ഭാവിയിൽ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു. ഇവയൊക്കെയാണ് പ്രതിരോധവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ പ്രതിരോധവൽക്കരണം എന്തൊക്കെ നമുക്ക് അതിൻ്റെ ഫലം എന്താണ്? ആൻറ്റിബോഡികൾ നിലനിൽക്കും, ഭാവിയിൽ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. അപ്പോൾ ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചതാരാണ്? എഡ്വേർഡ് ജെന്നറാണ്. എഡ്വേർഡ് ജെന്നർ ആദ്യമായി കണ്ടെത്തിയ പ്രതിരോധ കുത്തിവയ്പ്പാണ് എന്തിനെതിരെയുള്ളതായിരുന്നു? ഗോവസൂരിക്കെതിരെയുള്ളതാണ് എഡ്വേർഡ് ജെന്നർ ആദ്യമായി കണ്ടെത്തിയ പ്രതിരോധ കുത്തിവയ്പ്പ്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. അദ്ദേഹം ആദ്യമായി കണ്ടെത്തിയ പ്രതിരോധ കുത്തിവയ്പ്പ് എന്തിനെതിരെയുള്ളതായിരുന്നു? ഗോവസൂരിക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് നമ്മുടെ എഡ്വേർഡ് ജെന്നർ ആദ്യമായി കണ്ടെത്തിയത്. എഡ്വേർഡ് ജെന്നറുടെ ഗോവസൂരി പ്രയോഗത്തിനെ അനുസ്മരിച്ച് പശു എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായ വാക്കയിൽ നിന്ന് രൂപപ്പെട്ട വാക്കാണ് വാക്സിനേഷൻ. അപ്പോൾ വാക്ക എന്ന വാക്കിന് അർത്ഥം എന്താണ്? പശു എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കാണ് വാക്ക. അപ്പോൾ വാക്ക എന്നത് പശു ആണ് അർത്ഥം. ഇതൊരു ലാറ്റിൻ വേർഡാണ്, VACCA. ഇതാണ് വാക്ക. അപ്പോൾ ഇതൊരു ലാറ്റിൻ വേർഡാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പശു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ നിന്നാണ് എന്ത് വാക്കുണ്ടായത്? വാക്സിനേഷൻ എന്ന് പറയുന്ന വാക്ക് രൂപം കൊണ്ടത്. ഹോമിയോപ്പതി ചികിത്സാരീതി മുന്നോട്ട് വെച്ചത് ഡോക്ടർ സാമുവൽ ഹാനിമാൻ, ജർമ്മൻകാരനായ സാമുവൽ ഹാനിമാനാണ് എന്ത് ചെയ്തത്? ഹോമിയോപ്പതി എന്ന ചികിത്സാരീതി മുന്നോട്ട് വെച്ചത് സാമുവൽ ഹാനിമാൻ. ഏത് രാജ്യക്കാരനാണ് സാമുവൽ ഹാനിമാൻ? ജർമ്മനിക്കാരനാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഹിപ്പോക്രാറ്റസ് ആണ്. അപ്പോൾ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഹിപ്പോക്രാറ്റസ് ആണ്. ഇനി നമ്മൾ നൂതന രോഗനിർണയ ഉപകരണങ്ങളും അവയുടെ ഉപയോഗവുമാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഉപകരണങ്ങളും ഉപയോഗവും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് ഏതാ? EEG അഥവാ ഇലക്ട്രോ എൻസഫലോഗ്രാം. EEG മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് EEG അഥവാ എന്താണ്? ഇലക്ട്രോ എൻസഫലോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നതാണ് EEG.
ഇനി ECG എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാമാണ് ECG. ഇതിൻ്റെ ഉപയോഗം എന്താണ്? ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നത്. അപ്പം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നത് EEG ഇലക്ട്രോ എൻസഫലോഗ്രാമും, ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നത് എന്താണ്? ECG അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാഫും ആണ്. അൾട്രാസൗണ്ട് സ്കാനർ എന്തിനുപയോഗിക്കുന്നു? അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് അൾട്രാസൗണ്ട് സ്കാനർ. അടുത്ത് CT സ്കാനർ അഥവാ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനറാണ്. CT സ്കാനർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനറാണ് CT സ്കാനർ. എന്താണ് ഇതിൻ്റെ ഫലം? ഉപയോഗം എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തര അവയവങ്ങളുടെ ത്രിമാന ദൃശ്യമെടുക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ CT സ്കാൻ ചെയ്യുന്നത്. എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ എന്ത് ചെയ്യാം? വസ്തുക്കൾ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നത് എന്തിലൂടെയാണ്? ഈ CT സ്കാനറിലൂടെയാണ്. അടുത്ത് നമ്മൾ പറയുന്നത് MRI സ്കാനറാണ്. MRI സ്കാനർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസോണൻസ് ആണ്. MRI സ്കാനർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് സ്കാനർ. അതാണ് MRI സ്കാനർ, മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് സ്കാനർ. എന്താണ് ഉപയോഗം? ആന്തരവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്നതാണ് MRI സ്കാനർ എന്ന് പറയുന്നത്. അടുത്ത് കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് ഉള്ള ഒരു റിപ്പോർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരത്തിലെ ഓരോ ബ്ലഡിൻ്റെയും നോർമൽ വാല്യൂവും അതുപോലെ ഒരാളിൻ്റെ ടെസ്റ്റ് റിസൾട്ടുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു നോർമൽ വാല്യൂ നമുക്ക് നോക്കാം. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെ ആകാം? 12 മുതൽ 17 ഗ്രാം 100 മില്ലി രക്തത്തിൽ 12 മുതൽ 17 വരെ ആകാം. എന്താണ് ഹീമോഗ്ലോബിൻ? 12 മുതൽ 17 വരെ. ശ്വേതരക്താണുക്കളുടെ എണ്ണമാണെങ്കിലോ 5000 മുതൽ 10000 വരെ ആകാം ഒരു 100 മില്ലി രക്തത്തിൽ. 5000 മുതൽ 10000 വരെ എന്താണ് ശ്വേതരക്താണുക്കളുടെ എണ്ണം. ഇനി അരുണരക്താണു എന്ന് പറയുന്നത് 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ആകാം. അപ്പോൾ അരുണരക്താണുവിൻ്റെ അളവ് എത്രയാണ്? 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ നമ്മുടെ അളവാണ് അരുണരക്താണു വേണ്ടത്. ഇനി പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം എങ്ങനെയാണ്? 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റുകൾ 2.5 മുതൽ 3.5 വരെ ആകാം. ഇനി അരുണരക്താണെങ്കിലോ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ. ഇനി ശ്വേതരക്താണുക്കളുടെ എണ്ണം 5000 മുതൽ 10000 വരെ. ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ്? 12 മുതൽ 17 വരെ ആണ്. അടുത്ത് നമ്മൾ പറയുന്നത് സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥങ്ങളോ പരീക്ഷണശാലകളിൽ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നതോ ആയ രാസവസ്തുക്കളാണ് മരുന്നുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മരുന്നുകൾ നിത്യേന മരുന്നുകൾ ഉപയോഗിക്കുന്നവർ എപ്പോഴായാലും മരുന്നുകൾ ഏതെങ്കിലും ഒരു സമയത്ത് മരുന്നുകൾ ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ എന്താണ്? നമ്മുടെ സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥങ്ങളോ പരീക്ഷണശാലകളിൽ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നതോ ആയ രാസവസ്തുക്കളാണ് എന്ത്? മരുന്നുകൾ. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ നിർമ്മിക്കുന്നത് എവിടെ നിന്നാണ്? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ശരീര ഉപരിതലത്തിലും ശരീരത്തിനകത്തും പ്രയോഗിക്കാവുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. അപ്പോൾ നമ്മുടെ ആൻറ്റിബയോട്ടിക്കുകൾ എന്താണ്? ശരീര ഉപരിതലത്തിലും ശരീരത്തിനകത്തും എന്താണ്? അപ്പോൾ ശരീരത്തിനകത്തും പുറത്തും എന്തുപയോഗിക്കാം? ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ആദ്യമായി ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയതാരാണ്? സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. 1928
അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ത് കണ്ടെത്തിയത്? ആൻറ്റിബയോട്ടിക്കുകൾ ആദ്യമായിട്ട് കണ്ടെത്തിയത്. പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അപ്പോൾ പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിന്, അതൊരു ഫംഗസാണ് പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്നത്. ഈ ഫംഗസിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തി. ഇനി ആൻറ്റിബയോട്ടിക്കുകൾക്ക് ചില പാർശ്വഫലങ്ങളുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥിരമായ ഉപയോഗം രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? സ്ഥിരമായ ഉപയോഗം രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധശേഷി ഉണ്ടാക്കും. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായി രോഗാണുക്കൾ എന്ത് ചെയ്യും? പ്രതിരോധശേഷി ഉണ്ടാകും. ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ അത് നശിപ്പിക്കുന്നു. ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കും. എന്ത്? ഈ ആൻറ്റിബയോട്ടിക്കുകൾ. അടുത്ത് കേരള മാതൃകയുടെ അപ്പോൾ കേരള മാതൃകയുടെ ഒരു ഉദാഹരണമാണ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ അഥവാ കാർസാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള മാതൃകയ്ക്ക് ഒരു ഉദാഹരണം എന്താണ്? അതാണ് കാർസാപ്പ് അല്ലെങ്കിൽ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനാണ് കാർസാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി, കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനാണ് കാർസാപ്പ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതി. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന രോഗാണുക്കളുണ്ടല്ലോ, ആ രോഗാണുക്കൾക്കെതിരെ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയാണ് എന്ത്? കാർസാപ്പ് എന്ന് പറയുന്നത്. മരുന്നുകളെയും അതിജീവിക്കുന്ന രോഗാണുക്കളുണ്ട്, അപ്പോൾ അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഈ കാർസാപ്പ് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അറിയുന്നത് എന്താണ്? രക്തനിവേശനം എന്നാണ്. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ രക്തനിവേശനം എന്ന് പറയുന്നത്. ഇനി രക്തനിവേശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം. അപ്പോൾ രക്തദാനം ചെയ്യുന്നവർ 18നും 60നും ഇടയിൽ പ്രായമുള്ളവരാകണം. 3 മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. 3 മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. രക്തദാനം ദാതാവിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ രക്തദാനം ചെയ്യുന്ന ആളിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാവില്ല. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തദാനം ചെയ്യരുത്. അപ്പോൾ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും രക്തദാനം ചെയ്യാൻ പാടില്ല. രക്തത്തിലൂടെ പകരുന്ന രോഗമുള്ളവർ രക്തദാനം ചെയ്യരുത്. അപ്പോൾ രക്തത്തിലൂടെ പകരുന്ന രോഗമുള്ളവരും എന്ത് ചെയ്യരുത്? രക്തദാനം ചെയ്യരുത്. ഇനി നമ്മൾ പറയുന്നത് വിവിധ തരത്തിലുള്ള രക്തഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരം എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നത്? അപ്പോൾ രക്തത്തെ ഗ്രൂപ്പാക്കുന്നതിന് ആധാരം എന്താണ്? അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ, ബി എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ, ബി എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാനാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നത്. എ ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി എന്ന് പറയുന്നത് ബിയും, അപ്പോൾ എയിലാണെങ്കിൽ അതിൻ്റെ ആൻറ്റിബോഡി ഏതാണ്? ബി ആണ്, ആൻറ്റിബോഡി ബിയും. ബി ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി എയും ആയിരിക്കും. അപ്പോൾ എ ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി ബി ആണ്, ബി ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി എന്താണ്? എ ആണ്. അപ്പോൾ അത് തിരിച്ചും മറിച്ചും ആയിരിക്കും. ഇനി
ഇവിടെ വിവിധ തരം രക്തഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. രക്തഗ്രൂപ്പുകൾ, ആൻറ്റിജനുകൾ, ആൻറ്റിബോഡികൾ. അപ്പോൾ എ എന്ന രക്തഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ ഏതാണ്? എ തന്നെയാണ്. ആൻറ്റിബോഡി ഏതാണ്? ബി ആണ്. അപ്പോൾ എ ആൻറ്റിജൻ രക്തഗ്രൂപ്പിന് എ ആൻറ്റിജൻ എ ആയിരിക്കും, ആൻറ്റിബോഡി എന്താണ്? ബി ആണ്. ഇനി ബി രക്തഗ്രൂപ്പിന് ആൻറ്റിജൻ ബി തന്നെയായിരിക്കും, ആൻറ്റിബോഡി എന്താണ്? എ ആണ്. എ ബി രക്തഗ്രൂപ്പിന് ആൻറ്റിജനുകൾ ഏതൊക്കെയാണ്? എയും ബിയും ആൻറ്റിജനാണ്, എന്നാൽ ആൻറ്റിബോഡി ഇല്ല. അപ്പോൾ എയും ബിയും രക്തഗ്രൂപ്പ് തന്നാൽ അവിടെ എന്തില്ല? ആൻറ്റിബോഡി ഇല്ല. ആൻറ്റിജൻ എയും ബിയുമാണ്, പക്ഷേ അവിടെ ആൻറ്റിബോഡി ഇല്ല. ഇനി ഒ രക്തഗ്രൂപ്പിന് ആൻറ്റിജൻ ഇല്ല, പക്ഷേ എന്തുണ്ട്? എയും ബിയും ആൻറ്റിബോഡികളുണ്ട്. അപ്പോൾ ഒ രക്തഗ്രൂപ്പിൻ്റെ ആൻറ്റിബോഡി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? എയും ബിയുമാണ്. ഇനി ഒ ഗ്രൂപ്പിന് ആൻറ്റിജൻ ഉണ്ടോ? ഇല്ല. ഒ ഗ്രൂപ്പിന് എന്തില്ല? ആൻറ്റിജൻ ഇല്ല, പക്ഷേ ആൻറ്റിബോഡി എയും ബിയും ഉണ്ട്. ഇനി എ ബി ഗ്രൂപ്പിന് ആൻറ്റിജൻ ഉണ്ട്, ആൻറ്റിജൻ എ ബി എന്നിവയാണ്, എന്നാൽ ആൻറ്റിബോഡി ഇല്ല. എ ബി ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്തരത്തിൽ കാണപ്പെടുന്നത് ആൻറ്റിജൻ ഡി അഥവാ RH ഘടകം ആണ്. അപ്പോൾ എ ബി ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്തരത്തിൽ എന്തുണ്ട്? ആൻറ്റിജൻ ഡി അല്ലെങ്കിൽ RH ഫാക്ടർ, RH ഘടകം അടങ്ങിയിട്ടുണ്ട്. RH ഫാക്ടർ അടങ്ങിയിട്ടുണ്ട്. RH ഘടകം ഉള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും ഇല്ലാത്തവ നെഗറ്റീവ് എന്നും പറയുന്നു. അപ്പോൾ ഈ RH ഫാക്ടർ ഉണ്ടെങ്കിൽ ആ രക്തഗ്രൂപ്പ് എന്താണ്? പോസിറ്റീവാണ്. RH ഇല്ല എങ്കിൽ അത് എന്താണ്? ഇല്ല എങ്കിൽ അത് നെഗറ്റീവും ആണ്. അപ്പോൾ ആൻറ്റിജനുകൾ എ ബി ആൻറ്റിജനുകളെ കൂടാതെ വ്യക്തികളിലുള്ള അരുണ രക്താണുവിൻ്റെ കോശസ്തരത്തിൽ കാണപ്പെടുന്നത് എന്താണ്? ആൻറ്റിജൻ ഡി അഥവാ RH ഘടകമാണ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും RH ഘടകമില്ലെങ്കിൽ അതിനെ നെഗറ്റീവ് എന്നും പറയുന്നു. അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിൻ്റെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രൂപപ്പെടുന്നതാണ് രക്തക്കട്ട എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? ദാതാവിൻ്റെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിക്കും. അങ്ങനെ എന്ത് ചെയ്യും? രക്തക്കട്ടയായിട്ടത് മാറും, രക്തക്കട്ട രൂപം കൊള്ളും. ഇനി സസ്യങ്ങളിലെ വിവിധ രോഗപ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ പറയുന്നത്. സസ്യങ്ങളിലെ രോഗപ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനത്തെ തടയുന്നത് മെഴുക് ആവരണം അഥവാ ക്യൂട്ടിക്കിളാണ്. അപ്പോൾ സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷി എങ്ങനെയാണ്? സസ്യങ്ങളിൽ ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനത്തെ തടയുന്നത് ആ ഇലകളിലെ മെഴുക് ആവരണം അഥവാ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നതാണ്. ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് പുറംതൊലിയാണ്. അപ്പോൾ ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്നും നശിപ്പിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് എന്താണ്? പുറംതൊലിയാണ്. ആ സസ്യങ്ങളുടെ പുറംതൊലി എന്ത് ചെയ്യുന്നു? ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. സുസജ്ജമായ പ്രതിരോധ കവചമാണ് കോശഭിത്തി. അപ്പോൾ സസ്യങ്ങളുടെ കോശഭിത്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു സുസജ്ജമായ പ്രതിരോധ കവചമാണ് സസ്യങ്ങളുടെ കോശഭിത്തി. കോശഭിത്തിക്ക് ദൃഢത നൽകുന്ന രാസഘടകങ്ങൾ ഏതൊക്കെയാണ്? ലിഗ്നിൻ, ക്യൂട്ടിൻ, സ്യൂബെറിൻ എന്നിവയാണ് കോശഭിത്തിക്ക് ദൃഢത നൽകുന്ന രാസഘടകങ്ങൾ. എന്തൊക്കെയാണ്? 3 ഐറ്റം ഉണ്ട്. ലിഗ്നിൻ ഉണ്ട്, ക്യൂട്ടിൻ ഉണ്ട്, സ്യൂബെറിൻ ഉണ്ട്. അപ്പോൾ ലിഗ്നിനും ക്യൂട്ടിനും സ്യൂബെറിനുമാണ് എന്ത് ചെയ്യുന്നത്? കോശഭിത്തിക്ക് ദൃഢത നൽകുന്നത്. അടുത്തത് കോശഭിത്തി മറികടന്നെത്തുന്ന കോശഭിത്തി എന്ത് ചെയ്യുന്ന? കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശസ്തരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്ന പോളിസാക്കറൈഡാണ് കാലോസ് എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളിൽ എന്തുണ്ട്? കാലോസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്തിനായി കാലോസ്? എന്തിനു വേണ്ടിയിട്ടാണ്? കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശസ്തരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്ന പോളിസാക്കറൈഡാണ് എന്ത്? കാലോസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ കാലോസ് എന്ത് ചെയ്യുന്നു? കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ കോശസ്ഥലത്തിലോട്ട് പ്രവേശിക്കുന്നത് എന്ത് ചെയ്യും? അത് തടയും. അതിനെയാണ് നമ്മൾ കാലോസ് എന്ന് പറയുന്നത്. അത് തടയുന്നത് ആരുടെ സഹായത്തോടെയാണ്? ഒരു പോളിസാക്കറൈഡിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഇത്രയുമാണ് 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് ചെയ്യണം? അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.